അയ്യപ്പൻ ചേട്ടാ, സംസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിലെ ചില പ്രതികരണങ്ങളും അതോടൊപ്പം തന്നെ തിരിച്ചുള്ള മറുപടി പ്രതികരണങ്ങളും ഒക്കെ ആലോചിക്കുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നൊരു വാക്കാണ് സംസ്കാരം. UDFന് സംസ്കാരമില്ല, അവരുടെ സംസ്കാരക്കുറവാണ് പുറത്തേക്ക് വരുന്നത്. ഇത് പറഞ്ഞിട്ടുള്ളത് ശ്രീ പിണറായി വിജയൻ തന്നെയായിരുന്നു. കായംകുളത്തെ വിഷയം നമ്മൾ കാണുകയുണ്ടായിരുന്നല്ലോ. അവിടുത്തെ സിറ്റിംഗ് MLAയും അതേപോലെ നിലവിലിപ്പോ ഇലക്ഷനിൽ LDF പ്രതിനിധിയായിട്ട് അവരുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പ്രതിഭ MLAക്കെതിരെ ഒരു വ്യക്തി അധിക്ഷേപം വന്നിട്ടുണ്ടായിരുന്നു. ലീഗിന്റെ ഒരു സ്ഥാനാർത്ഥിയുടെ വായിൽ നിന്നാണ് അത്തരം ലീഗിന്റെ ഒരു പ്രതിനിധിയിൽ നിന്നായിരുന്നു അത്തരം ഒരു അധിക്ഷേപം വന്നിട്ടുണ്ടായിരുന്നു. മണ്ഡലത്തിലെ ഒരു നേതാവാണ് ലീഗിന്റെ. അപ്പോ ആ അധിക്ഷേപത്തിന് എതിരെ തിരിച്ച് സർക്കാർ പറഞ്ഞിട്ടുള്ള ഒരു നിലപാടെന്ന് പറയുന്നത് സംസ്കാരമില്ലായ്മ എന്നൊരു പദം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ നമുക്കത് പറയേണ്ടിയിരിക്കുന്നു. ഒരാളെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് രാഷ്ട്രീയ പോരാട്ടം നടത്തുന്നത് അതൊരു നല്ല അല്ലാത്ത ഒരു പൊളിറ്റിക്സ് രീതിയല്ലേ? ഒരു രാഷ്ട്രീയത്തിന്റെ തന്നെ ഒരു ചീത്ത വശമല്ലേ അത്? തീർച്ചയായിട്ടും വ്യക്തിഹത്യ ഒരിക്കലും രാഷ്ട്രീയത്തിലെന്നല്ല വേറെ ഏത് കാര്യത്തിലും ഒരിക്കലും ശരിയില്ല. വ്യക്തിഹത്യ കൊണ്ടൊന്നും നേടാൻ പറ്റില്ല. അഥവാ അങ്ങനെ വ്യക്തിഹത്യ നടത്തുകയാണെങ്കിൽ വ്യക്തിഹത്യ നടത്തി ആ ഹനിക്കപ്പെടുന്ന വ്യക്തിയെക്കാളും ഹത്യ നടത്തുന്ന ആൾക്കാണ് എൻ്റെ പേരുദോഷം വരുന്നത്. അപ്പോൾ വ്യക്തിഹത്യയുടെ അപ്പോസ്തലന്മാരെന്ന് പറയുന്നത് CPM ആണ്. അവരെ സംബന്ധിച്ച് അവർക്ക് വോട്ടിന്റെ ഈ ഒരു സമയത്ത് മാത്രമല്ല, അവർ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമല്ല, അല്ലാതെ തന്നെ അവർ വ്യക്തിഹത്യയുടെ ആൾക്കാരാണ്. നിരവധി തവണ അത്തരത്തിൽ വ്യക്തിഹത്യ നിയമസഭയിൽ വരെ, അതായത് മരണപ്പെട്ടു പോയ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ തലപ്പൊക്കമുള്ള നേതാവ്, അദ്ദേഹത്തിനെ എന്നല്ല കരുണാകരനെ, അവരുടെ കുടുംബത്തെ സഭയിൽ വരെ വന്ന് നിന്ന് അധിക്ഷേപിച്ചിട്ടുണ്ട്. എന്നാൽ നേരെ മറിച്ച് ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് അദ്ദേഹത്തിന്റെ മകളെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ രക്തം തിളച്ച് അദ്ദേഹം ചാടി എഴുന്നേറ്റ് കാണിക്കാത്ത ചേഷ്ടകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അവരെക്കുറിച്ച് പറയുമ്പോൾ അന്ന് വരെ അവർ പറഞ്ഞത് മറന്നിട്ട് നേരെ മറിച്ച് ഇപ്പോൾ ഈ പറയുന്നത് ഏറ്റവും വലിയ അപരാധമാണെന്ന് പറയുകയും ചെയ്യും. നിരവധി കാര്യങ്ങൾ നമുക്കതിൽ പറയാനുണ്ടാവും, അവരെ പറഞ്ഞ് അടച്ചാക്ഷേപിച്ച രീതി. അല്ല, ഇപ്പൊ പ്രതിഭ MLAക്ക് നേരെ വന്നിട്ടുള്ള ഈ ഒരു അധിക്ഷേപ പദങ്ങളെ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അവരവരുടെ സൗന്ദര്യം കൊണ്ടാണ് ജീവിച്ചു പോകുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാക്കുകളൊന്നും അതൊന്നും ആവശ്യമില്ലാത്ത പദങ്ങളാണ്. കായംകുളത്ത് അവർ എന്ത് ചെയ്തു? കായംകുളത്തെ നിവാസികൾക്ക് അവരെ ആവശ്യമുണ്ടോ? ഇതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതം ബാധകമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാധകമാണ്. കാരണം നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറെ ക്രെഡിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ അത് അങ്ങനെ തന്നെ വേണം. അതുകൊണ്ടാണ് എത്ര വലിയ രാഷ്ട്രീയ നേതാവാണെങ്കിലും വ്യക്തിപരമായിട്ടുള്ള ജീവിതം കൂടി ഇതിൽ കടന്നു വരുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഭാഗമാണെങ്കിൽ നമ്മൾ അങ്ങനെ ചോദ്യം ചെയ്യില്ലല്ലോ, പേഴ്സണൽ ലൈഫ് എന്ന രീതിയിൽ വിടും. പക്ഷേ ജനപ്രതിനിധികളെ അങ്ങനെയല്ല, ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നത് അതുകൂടെ നോക്കിയിട്ട് തന്നെയാണ്. അപ്പൊ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷേ ഇത്തരത്തിലുള്ള അധിക്ഷേപിക്കാൻ ആർക്കും ഒരു അനുവാദമില്ല. അതാണ് നമ്മുടെ നിയമാനുസൃതമായിട്ടുള്ള ഒരു രീതികൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ലീഗ് പ്രതിനിധി ആണെങ്കിലും അവര് ഏത് പാർട്ടിയിലും വിശ്വസിച്ചോട്ടെ, പക്ഷെ നമ്മുടെ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്ന രീതിയിൽ വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളുടെ ഒന്നും ആവശ്യകതയില്ല. പിന്നീട് ഇപ്പോൾ നമുക്ക് പ്രതിഭ MLA സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കാണേണ്ടതുണ്ട്. നിങ്ങൾ അത് അവരോടൊപ്പം അഭിമുഖ്യം പ്രകടിപ്പിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ആ സമയത്ത് നിങ്ങൾ പരമോന്നതമായിട്ട് നല്ല ആൾക്കാരാണെന്നുള്ള ഒരു മുഖപടം എടുത്ത് കെട്ടുന്നതിനോട് നമുക്ക് താല്പര്യപ്പെടാൻ പറ്റില്ല. സംസ്കാരമില്ലായ്മ ആ ഒരു പദം ഉപയോഗിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു തോന്നുന്നത് എന്ന് ചിലപ്പോൾ ചിന്തിച്ചു പോകും. കാരണം ഇവരുടെ പല പ്രതികരണങ്ങളും ഇതിനു മുൻപ് ഇവർ തന്നെ ഒരു രാഷ്ട്ര വിധവ എന്ന ഒരാളെ മുദ്ര കുത്തിയിട്ടുണ്ടായിരുന്നു. അതെ, അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിന്റെ തന്നെ വിധവ. ഇതിപ്പോ കഴിഞ്ഞ ദിവസം അവര് പത്രികാ സമർപ്പണത്തിന് പോയ സമയത്ത് അവരുടെ പേജിൽ നിരന്തരം കണ്ടുകൊണ്ടിരുന്ന ഒരു കമന്റ് ആണ് രാഷ്ട്ര വിധവ എന്ന രീതിയിൽ. അല്ല, കമന്റിന്റെ കാര്യം ചേട്ടാ ഞാൻ പറഞ്ഞത്, അല്ലാതെ അവര് അവരുടെ സംബോധന ചെയ്ത പദമല്ല, രാഷ്ട്ര വിധവ എന്ന രീതിയിൽ. കാരണം ഈ രാഷ്ട്രത്തിൽ ഇങ്ങനെ ഒരു വിധവ മാത്രമല്ലേ ഉള്ളൂ. ഒരു ഇലക്ഷൻ സമയം വരുമ്പോഴത്തേക്കും പൊന്തി വരുന്ന ഒരു സ്ത്രീ. പിന്നീട് ഒരു ചോദ്യമാണ്, നിങ്ങൾ വിധവയായതിൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ ഇത്ര ഒരു ഓപ്ഷൻ കൊണ്ടിട്ട് എന്ന രീതിയിലൊരു ചോദ്യം സഭയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇത് അധിക്ഷേപങ്ങളല്ലേ? മനസ്സിലാവുന്നില്ല. നിങ്ങളൊരു സ്ത്രീയെ അധിക്ഷേപിക്കാവുന്നതിന്റെ മാക്സിമം അവിടെ അധിക്ഷേപിച്ചിട്ട് അത് അധിക്ഷേപപദമായിട്ട് തോന്നാത്തത് എന്തുകൊണ്ടാണ്? അതിനെ അംഗീകാരമായിട്ടാണോ നിങ്ങൾ കാണുന്നത്? നമുക്കത് മനസ്സിലാവാൻ പറ്റുന്നില്ല. പിന്നീട് സംസ്കാരത്തിന്റെ കാര്യം എടുക്കുന്ന സമയത്ത് നമുക്ക് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞൊരു ഫാക്ടറായിരുന്നു, നമ്മളൊരു രാഷ്ട്രീയ നേതാവായിരിക്കുമ്പോൾ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനകത്തിൽ നമ്മൾ ഒരാളോട് എങ്ങനെ പ്രതികരിക്കണം, എങ്ങനെ അവരെ അഭിസംബോധന ചെയ്യണം, ഇത്
സംസ്കാരത്തിൽ പെടുന്ന ഒരു കാര്യമാണ്. അതേപോലെ പുതിയ തലമുറ, ഞാനൊരു ജനപ്രതിനിധി ആയിരിക്കുമ്പോൾ എൻ്റെ അടുത്ത തലമുറയെ സ്വാധീനിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. അത്തരം സ്വാധീനത്തിലിരിക്കുമ്പോൾ ഞാൻ അവരെ ഒരു തെറ്റായ മാർഗത്തിലൂടെ കൊണ്ടുപോകാനും ആഗ്രഹിക്കുന്നില്ല. അത് തന്നെയാണല്ലോ ഇപ്പൊ പ്രതിഭ MLA കാര്യത്തിൽ നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. കാരണം പുതിയ ഒരു ജനറേഷൻ വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ളൊരു പദങ്ങൾ ഉപയോഗിച്ച് ഒരു സ്ത്രീയെ, അല്ലെങ്കിൽ സ്ത്രീയെ ആണെങ്കിലും പുരുഷനെ ആണെങ്കിലും ഇനി ആരെ ആയിക്കോട്ടെ ഇത്തരം അഭിസംബോധന ചെയ്യുമ്പോൾ അവരുടെ വ്യക്തിത്വത്തെ കൂടെ ചോദ്യം ചെയ്യുകയാണ്. ഒരു രാഷ്ട്രീയ നേതാവിനപ്പുറത്തേക്കും ആ രീതിയിൽ അവർ വ്യക്തിഹത്യ അല്ലെങ്കിൽ വ്യക്തിത്വം ഇല്ലാതാക്കുകയാണ്. ഈ സ്ത്രീ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഈ പുരുഷൻ ഇങ്ങനെയാണ് എന്ന് പറയുന്ന സമയത്ത്, അതുകൊണ്ടാണല്ലോ ഇത്തരം കാര്യങ്ങൾക്ക് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒപ്പം നിൽക്കുന്നത്. മറ്റൊരു സംസ്കാരത്തിന്റെ ഒരു വിഷ്വൽ, ഒരു വീഡിയോ ആണിത്. ശ്രീ പിണറായി വിജയന്റെ 10 വർഷത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞ ചില വാക്യങ്ങൾ. ഒന്നാമത്തത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള കടക്കുപുറത്ത് പറഞ്ഞിട്ടുള്ളത് മാധ്യമങ്ങളോടാണ്, ദ ഫോർത്ത് എസ്റ്റേറ്റിനോടാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തത് ഇനിയൊരു ചോദ്യമില്ല. ഇത് കോവിഡ് സമയത്ത് പറഞ്ഞാണ്, ഈ അടുത്തടുത്ത ഒരു കാര്യമല്ല. ഇനിയൊരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല, ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അടുത്തതായിട്ട് പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമാണ്, പത്രപ്രവർത്തകരായിട്ട് എത്ര കാലമായി. കാരണം ഇദ്ദേഹം കാറിലേക്ക് പോകുന്ന സമയത്ത് ഇദ്ദേഹം പത്രപ്രവർത്തകരെ തള്ളി നിൽക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. മാറി നിൽക്ക അങ്ങോട്ട് എന്ന രീതിയിൽ കടക്കുപുറത്തിന് ശേഷം പിന്നീട് ട്രെൻഡിങ് ആയ ഒരു വിഷ്വൽസ് ആയിരുന്നു അത്. പിന്നീട് ഇദ്ദേഹത്തിന്റെ തന്നെ ഒരു പാർട്ടി മീറ്റിംഗിന്റെ ഇടയിൽ മറ്റൊരാൾ അവിടെ നിന്ന് എന്തോ പറയുന്നുണ്ടായിരുന്നു, സംസാരിക്കുന്നതിന്. അപ്പോൾ പിണറായി വിജയൻ ഞാൻ സംസാരിക്കാൻ പോവുകയാണെന്ന് പറയുന്നത് അയാൾ കേട്ടില്ല. അപ്പോൾ അയാൾക്ക് ചെവിടും കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു എന്ന രീതിയിൽ ഇദ്ദേഹം അവിടെ നിന്ന് ആക്രോശിക്കുന്നുണ്ടായിരുന്നു. ഇതൊന്നും ശരിയായ ഏർപ്പാടല്ല എന്ന രീതിയിൽ അദ്ദേഹം ആ വേദി വിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു ദൃശ്യം ഉണ്ടായിരുന്നു. ഞാൻ കാരണം ഇദ്ദേഹം സംസാരിച്ചതിന് ശേഷം പുള്ളി സംസാരിച്ചതാണ് ശുഭദനാക്കാനുള്ള ഒരു വിഷയമായത്. ഇദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറെ ആർക്കും സംസാരിക്കും. ഇതാണ് അവസാനത്തെ വാക്ക്. അതായിരുന്നു അന്നത്തെ പ്രശ്നം. പിന്നെ വീണ്ടും ഒരു പത്രസമ്മേളനം, നിങ്ങൾക്ക് തർക്കിക്കാനാണോ ശ്രമം എന്ന രീതിയിൽ രൂക്ഷമായി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. പിന്നീട് വീണ്ടും മാധ്യമങ്ങൾക്കെതിരെ തന്നെ മാറി നിൽക്കുക അങ്ങോട്ട് എന്ന രീതിയിൽ ശുഭിതനായി ദേഷ്യത്തോട് ആക്രോശിച്ചു പോകുന്ന മുഖ്യമന്ത്രിയെ നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. പിന്നീട് സഭയിലെയാണ് അമ്മാതിരി കമന്റ് ഒന്നും ഇങ്ങോട്ട് വേണ്ട കേട്ടോ, ഇദ്ദേഹത്തിന്റെ എന്തോ ഒരു കാര്യം ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥയിലാണ് അത്തരം ഒരു കമന്റ് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇത് മറ്റൊരു വിഷ്വലാണ്. കാരണം ഇദ്ദേഹത്തിന് സംബോധന ചെയ്തത് ഇദ്ദേഹത്തിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ ആളെ വിളിക്കുകയാണെങ്കിൽ ആളെ വിളിച്ചാൽ മതി, അതിൽ കൂടുതലൊന്നും പറയേണ്ടതില്ല എന്ന രീതിയിൽ മുഖ്യമന്ത്രി അതിനുശേഷം മൈക്ക് പിടിച്ചൊടിക്കുന്ന മുഖ്യമന്ത്രിയെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മൈക്കിൽ നിന്ന് അകാരമായി സൗണ്ട് വരുന്നത് അതൊരു ഇറ തന്നെയായിരുന്നു. എത്രയോ തവണ പിന്നീട് ആ മൈക്കിന്റെ പ്രശ്നം നമ്മൾ കാണുന്നുണ്ടായിരുന്നു. എന്തും കാണിക്കാനുള്ള ഒരു വേദിയാണ് ഇത് യോഗമെന്ന് കരുതരുത്. ഇത് നമ്മൾ വീണ്ടും നേരത്തെയും കേട്ടിട്ടുണ്ട്. ഇദ്ദേഹം തന്നെ സംസാരിച്ച തൊടുപുഴയിലാണെന്ന് തോന്നുന്നു. ഇദ്ദേഹം സംസാരിക്കുന്നതിന്റെ ഇടയിൽ മുദ്രാവാക്യങ്ങളൊക്കെ വിളിക്കുന്ന സമയത്ത് ആക്രോശിച്ചുകൊണ്ട് ഇദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഇതൊന്നും അത്ര അങ്ങ് ഇദ്ദേഹം പിന്നീട് പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ചെറുതാണെന്ന് തോന്നും. പിന്നീട് വന്നിട്ടുള്ളൊരു വാക്യമാണ്, ഞാൻ നല്ല തന്തയ്ക്ക് പിറന്നത് കൊണ്ട് എനിക്കതിൽ വിഷമമൊന്നും തോന്നേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇനി ഞാൻ സംസാരിക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ എനിക്കൊന്നും സംസാരിക്കാതെ ഇറങ്ങിപ്പോകേണ്ടി വരും. ഇത്തരം ഒരു നീണ്ട 10 വർഷത്തിന്റെ ഇടയ്ക്ക് ഇത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ കാര്യം ഞാൻ കൂട്ടിച്ചേർത്തില്ല. എം.എം. മണി മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. ഇദ്ദേഹം ആരാണ്? മന്ത്രിസ്ഥാനത്തിരുന്ന ഒരാളായിരുന്നു. അന്നാണ് എം.എം. മണിയുടെ പ്രധാനമായിട്ടുള്ള കുറെ പരാമർശങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. പക്ഷെ ഇദ്ദേഹം ആരാണ്? മുഖ്യമന്ത്രിയല്ലേ? മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് വാക്കുകളാണോ? അവർക്കെല്ലാം പറയാം. അവർ പറയുമ്പോൾ ഒരു വിഷയമല്ല ഇത്. എനിക്ക് തോന്നുന്നത് പ്രതിഭ എന്ന് പറയുന്ന CPM-ന്റെ സ്ഥാനാർത്ഥിക്ക് തോൽവി അവർ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. എം ലിജു എന്ന് പറയുന്ന ഏറ്റവും മിടുക്കനായ ഒരു നേതാവാണ് അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഇത് പറഞ്ഞത് തെറ്റ് തന്നെയാണ്. പക്ഷെ ആ പറഞ്ഞ MLA-ക്ക് നേരെ ഉണ്ടായ അധിക്ഷേപം കേട്ട് ആ അധിക്ഷേപത്തിന് ചെയ്യുന്ന സമയത്ത് വേറെ ആർക്കും ഞങ്ങൾക്ക് മാത്രമാണ് ഈ സംസ്കാരം ഉള്ളതെന്ന് പറയുന്നിടത്താണ് അതാണ്. പക്ഷെ എം ലിജു അവിടെ ഉറപ്പായിട്ട് ജയിക്കാൻ സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അമ്പലപ്പുഴയിലാണ് ലിജു മത്സരിച്ചിരുന്നത്. അന്ന് സുധാകരനാണ് അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സുധാകരൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ ലിജുവിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. നേരെ മറിച്ച് കായംകുളത്തെ പ്രതിഭാഹരി എന്ന് പറയുന്ന ഇപ്പോഴത്തെ MLA എന്തൊക്കെ അവർ അവിടെ കാണിച്ചിട്ടുണ്ട്, എന്തൊക്കെയാണ് അവിടെ ആ നിയോജക മണ്ഡലത്തിൽ അവർ ചെയ്തിട്ടുള്ളത് എന്നൊരു അളവുകോൽ തീർച്ചയായിട്ടും അളക്കും. അത് അളന്നിട്ട് ജനം വോട്ട് ചെയ്യും.
വരികയുള്ളൂ. അപ്പൊ ലിജുവിന്റെ ജയത്തെ LDF വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. ആ ഭയമാണ് ഇപ്പൊ ഇത്തരത്തിൽ ഇവരുടെ ഈ പ്രശ്നത്തെ ഇത്രയും ഊതി വീർപ്പിക്കുന്നത്. മറിച്ച് ഇപ്പം ആതിര പറഞ്ഞ പോലെ ഇതൊക്കെ പറയാൻ, തിരിച്ചിവരെ കുറ്റപ്പെടുത്താൻ ഇവർക്ക് ഒരു യോഗ്യതയില്ല. ആദ്യം നമ്മളത് പ്രവർത്തിച്ച് കാണിക്കണം. ആദ്യം അവരെ സ്വയം വിമർശിക്കണം. നമ്മള് നിങ്ങളുടെ തന്നെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഒരാള് പുറത്തു പോയ സമയത്ത് അവരെ വെട്ടിക്കൊന്നത് നിങ്ങളുടെ പാർട്ടിക്കാരാണ്. അല്ല, അത് മാത്രമല്ല, എന്നിട്ട് അവരെ കേറിയിട്ട് അത് നിങ്ങൾ TP-യുടെ കാര്യമാണ് പറയുന്നത്. അധിക്ഷേപിക്കുന്നത് ഇത്തരം TP-യുടെ കാര്യമാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് ചേട്ടാ, KK രമയുടെ കേസുമായി ബന്ധപ്പെട്ട് ആദ്യ ആഭിമുഖ്യം പ്രഖ്യാപിച്ചത് VS ആയിരുന്നു. VS ആണ് ഇവരുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും നമ്മുടെ ശ്രീ മുഖ്യമന്ത്രി അവരുടെ മുഖത്ത് പോലും നോക്കാൻ തീർച്ചയായിട്ടും സഭയിൽ അവർ പ്രസംഗിക്കുമ്പോൾ വെറുതെ കുനിഞ്ഞിരിക്കുന്ന മുഖ്യമന്ത്രി അങ്ങനെ ഒരാള്. അപ്പൊ നിങ്ങൾ ഈ നിങ്ങളുടെ VS-നെ എന്താണ് പറയാൻ പോകുന്നത്? VS ആണല്ലോ ആദ്യം അങ്ങോട്ട് ചെന്നത്. VS പറഞ്ഞ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനെയാണ് ഞാൻ കാണാൻ പോയത്. ആ കുടുംബത്തിലെ പിന്നെ ഈ പറയുന്ന പോലെ വിധവയായ അയാളുടെ ഭാര്യയെയും അയാളുടെ അമ്മയെയുമാണ് ഞാൻ കാണാൻ പോയതെന്ന്. ഇവിടെ നമുക്കിതിൽ ഇത്ര മാത്രമേ പറയാനുള്ളൂ. ഒരു ജനപ്രതിനിധിക്ക് മിനിമം വേണ്ട ചില ജനാധിപത്യ മര്യാദകളുണ്ട്. ഇപ്പോൾ നേരത്തെ ആതിരെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ അവർക്ക് ചില ക്വാളിറ്റീസ് ഉണ്ട്. അതാണ് ഈ മര്യാദ എന്ന് പറയുന്നത്. ആ മര്യാദ പാലിക്കേണ്ടത് ഏത് രാഷ്ട്രീയക്കാരനായാലും ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ അംഗമാണെങ്കിലും അത് പാലിക്കണം. അതിന് ഏത് പദവിയിലിരിക്കുന്നവരായാലും, മുഖ്യമന്ത്രി ആയാലും ഒരു MLA ആയാലും. വാക്കുകൊണ്ട് 10 വർത്താനം പറഞ്ഞിട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ വേറെ വർത്താനം കാണിക്കുകയാണ്, സന്യാസിയാണെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അല്ല, അങ്ങനെ കാണിക്കുന്നതിനോട് നമുക്ക് യാതൊരു കാര്യവും ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം അങ്ങനത്തെ ആളാണെങ്കിൽ വെറുതെ പറഞ്ഞുകൊണ്ട് വീട്ടിലങ്ങാണം ഇരിക്കുക, അല്ലാതെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് പോയിട്ട് ഞാൻ പറയുന്ന നിങ്ങളൊക്കെ അനുസരിക്കണം, പക്ഷെ ഞാൻ അനുസരിക്കത്തില്ല. അത് എന്ത് തരം നിലപാടാണ്? ആ നിലപാട് ശരിയല്ല. പക്ഷേ ഈ പ്രതിഭ MLA-ക്കെതിരെ വന്ന അല്ലെങ്കിൽ ഈ വാക്കുകൾ നമുക്ക് വേദന ഉണ്ടാക്കുന്നത് തന്നെയാണ്. അത് അവരോടുള്ള രാഷ്ട്രീയ പിന്തുണയൊന്നുമല്ല. പക്ഷേ ഒരു മനുഷ്യൻ എന്ന നിലയിൽ അത്തരത്തിൽ ആരെയും നമുക്ക് അങ്ങനെ ആർക്കും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മറ്റു രീതിയിൽ പറഞ്ഞു തീർക്കുക. അല്ലാതെ ഈ രാഷ്ട്രീയ പോരെന്ന രീതിയിൽ വ്യക്തി ജീവിതം എടുത്ത് വലിച്ചടയ്ക്കുന്ന ഇത്തരം നിലപാടുകൾ ശരിയല്ല. അതിന് ഇപ്പൊ ഏത് ജനപ്രതിനിധി ആണെങ്കിലും ശരി, ഏത് സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരാണെങ്കിലും ശരി, അത് നിങ്ങളുടെ തന്നെ മൂല്യമില്ലാത്തൊരവസ്ഥ പൊതുസമൂഹത്തിന് മുൻപിൽ തുറന്നു കാണിക്കുന്ന ഒരു രീതിയാണ്. എന്തായാലും ഇപ്പോ ഇതിനോട് ആഭിമുഖ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ നേതാക്കളും മുന്നിൽ തന്നെയുണ്ട്. അതിൽ രാഷ്ട്രീയമില്ല. അത് തികച്ചും ഒരു മനുഷ്യ സ്നേഹം കൊണ്ട് മാത്രമാണ്.